നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ റോഡ് ഷോ നടത്തി. കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നടന്നു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗ്രീൻ ആർമിക്ക് തണ്ണിമത്തനിലും 100 മേനി വിളവ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകഴിഞ്ഞ് തൃശൂരിൽ റോഡ് ഷോ നടത്തി. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ സ്വരാജ് റൌണ്ടിൽ നിന്ന് പ്രധാനമന്ത്രിയെ കൈകൾ വീശിയും പൂക്കളെറിഞ്ഞും വരവേറ്റു. കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നടന്നു. സമ്മേളന നഗരിയിൽ ഉയർത്താൻ തൃശൂരിൽ നിന്നുള്ള പതാക ജാഥയും കൂത്തുപറമ്പിൽ നിന്നുള്ള കൊടിമര ജാഥയും വെള്ളിയാഴ്ച തിരൂരിലെത്തി. സാംസ്കാരിക ഘോഷയാത്ര തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ എത്തിയ ശേഷം പൊതുസമ്മേളനം മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച തിരൂർ ബിയാൻകോ കാസിലിൽ രാവിലെ 10 മണിക്ക് ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. VKC കമ്പനി MD VKC റസാഖ് മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സെക്രട്ടറി PB സുരേഷ്, കൺവീനർ അബൂബക്കർ സിദ്ദിഖ്, K. വിജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിലെ 105 മേഖലാ സമ്മേളനങ്ങളും അതുപോലെ തന്നെ 14 ജില്ലാ സമ്മേളനങ്ങളും നല്ല രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കാളികളാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ ഓപ്പറേറ്റർമാരെയും മാധ്യമ സുഹൃത്തുക്കളെയും ആദ്യമായി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ ചടങ്ങ് പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ്. പ്രവീൺ മോഹനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ് ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികൾ, അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറർ ശിവദാസ്, മറ്റ് ഭാരവാഹികൾ.
TV കാണുന്ന ആളുകളുടെ എണ്ണം ക്രമേണ കൂടി വരുന്നത്. ദൂരദർശൻ എന്ന് പറയുന്ന ആൻറ്റിനയിലൂടെയുള്ള ഒരു ചാനലായിരുന്നു ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നത്. അതിൽ തന്നെ അപൂർവം സമയങ്ങളിൽ മാത്രമാണ് മലയാളം പരിപാടികളുണ്ടായിരുന്നത്. പ്രൈവറ്റ് മേഖലകളിൽ ചാനൽ വരികയും ചാനൽ കാണുന്നതിന് വേണ്ടിയുള്ള TV കാണുന്ന കാഴ്ചക്കാരുടെ എണ്ണം കൂടി വരികയും ചെയ്യുമ്പോൾ ഇത് ഒരു സ്വയം തൊഴിലെന്ന നിലക്കാണ് നമ്മൾ അതിലേക്ക് മാറിയത്. പക്ഷേ ഇത് വരാൻ പോകുന്നൊരു വലിയ ബിസിനസ് സാധ്യതയാണ് എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലാകമാനം വൻകിട കോർപ്പറേറ്റുകളാണ് ഈ രംഗത്തേക്ക് വന്നത്. അപ്പോഴാണ് അവരുടെ കയ്യിൽ അമർന്നു പോകുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ സംഘടനയുടെ രൂപം വരുന്നത്. ഇത്രയും നീണ്ട പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇത്രയും അംഗങ്ങളിൽ നിന്നും ഈ സമ്മേളനത്തിൽ ഇവിടെ വന്നിരിക്കാൻ യോഗ്യരായ 300 പേരെ നാം കണ്ടെത്തിയിട്ടുള്ളത്. അല്ലാതെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇത്ര പേര് ഇന്ന ആളുകൾ വന്നാൽ മതി, കോട്ടയത്തു നിന്നും ഇത്ര ആളുകൾ ഇന്ന പേരിലുള്ള ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ബട്ടൺ അങ്ങ് പൊട്ടിക്കും. അപ്പോൾ ഇങ്ങനെ അനുഭവിച്ച ആളുകളുണ്ടോ? അപ്പോൾ രാവിലെ പോകുന്ന സമയത്ത് ചെരുപ്പ് പൊട്ടിയാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഒരു പ്രയാസമാണ്. അപ്പോൾ ആ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് VKC മാർക്കറ്റിൽ വരുന്നത്. ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് പറഞ്ഞാൽ ആ ലെയറിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ സിംഗിൾ ലെയറാക്കി. അന്നത്തെ VKC ചെരുപ്പ് ഉപയോഗിച്ച ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അറിയാം, ഒറ്റ സിംഗിൾ കളറാണ്. ഒന്നുകിൽ ഒരു ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ, അങ്ങനെയുള്ള 2 കളറായി. രണ്ടാമത്തത് സ്ട്രാപ്പിൻ്റെ സ്ട്രെങ്ത് കൂട്ടി, അത് വള്ളി അതിൻ്റെ നെക്ക് പൊട്ടാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ബട്ടൺ പൊട്ടാത്ത രൂപത്തിൽ അതിനെ ശക്തിപ്പെടുത്തി. അതേപോലെ അതിൻ്റെ സോള് നല്ല സ്ട്രോങ് ആക്കി, അപ്പം സ്ട്രാപ്പ് പെട്ടെന്ന് ഊരി പോരാത്ത രൂപത്തിൽ അതിനെ മാറ്റം വരുത്തി. അങ്ങനെയാണ് VKC തുടങ്ങുന്നത്. ജെറുസലേമിൽ ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ച ക്രിസ്തു കഴുതപ്പുറത്തേറിയ സമയം ജനങ്ങൾ ഒലീവ് മരയിലകളും ഈന്തപ്പനയോലകളും ഉയർത്തി ദാവീദേൻ പുത്രന് ഓശാന എന്ന് വിളിച്ച് എതിരേറ്റു എന്ന് ക്രൈസ്തവർ വിശ്വസിച്ചു വരുന്നു. ഹോശന്ന എന്ന ഹീബ്രു ഭാഷയിൽ നിന്നാണ് ഓശാന പരിണമിച്ചത്. രക്ഷിക്കണമേ എന്നാണ് ഈ വാക്കിനർത്ഥം. ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് CTV പ്രേക്ഷകർക്ക് ആശംസകൾ. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഓശാന തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിർമ്മലമാത സെൻട്രൽ സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. വെജ്ജരിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് നൽകി. അവിടെ നിന്നും പ്രദക്ഷിണമായി ലൂർദ് കത്തീഡ്രലിൽ എത്തിച്ചേരുകയും തുടർന്ന് വിശുദ്ധ കുർബാന ആരംഭിക്കുകയും ചെയ്തു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് വല്ലൂരൻ, മെത്രോപൊലിത്തയുടെ സെക്രട്ടറി റവറൻ ഫാദർ ക്ലിൻസൺ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഓശാന എന്ന വാക്കിനർത്ഥം ഞങ്ങളെ രക്ഷിക്കൂ എന്നാണെന്ന് മെത്രാപ്പൊലിത്തയുടെ സന്ദേശത്തിൽ വിശദമായി അദ്ദേഹം പ്രസംഗിച്ചു. ഓശാന ആഘോഷങ്ങൾക്ക് കത്തീഡ്രൽ സഹവികാരിമാരായ റവറൻ ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, റവറൻ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, കൈക്കാരന്മാരായ സെബി ലോനായ് പാനിക്കുളങ്ങര, റോഷൻ ഡേവിസ് പുതുക്കാടൻ, ജോർജ് ജോസ് കവലക്കാട്ട്, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, ഭക്തസംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു. ക്രിസ്തുദേവൻ കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ ഒലിവ് മരത്തിന്റെ ചില്ലകൾ വീശി ജെറുസലേം നിവാസികൾ ഓശാന പാടി സ്വീകരിച്ചതിനെ അനുസ്മരിച്ചാണ് ഓശാന ചടങ്ങുകൾ ആചരിക്കുക. 100 കണക്കിന് വിശ്വാസികൾ കുരുത്തോലകൾ കൈകളിലേന്തി ചടങ്ങുകളിൽ പങ്കെടുത്തു. വികാരി ഫാദർ ഡേവിസ് ചിറമൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പുത്തൂർ, കൈക്കാരന്മാരായ ആന്റോവി മാത്യു, ലിയോ ആലപ്പാട്ട്, പിയൂസ് ചാലിശ്ശേരി, കുടുംബ കൂട്ടായ്മ കൺവീനർ നോബി മേനാച്ചേരി, ടോമി തോമസ്, ഏകോപന സമിതി കൺവീനർ ജോസ് നല്ലങ്കര എന്നിവർ നേതൃത്വം നൽകി.
മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ശക്തനുമായ കർത്താവ് തന്നെ വാതിലുകളെ ഉയർത്തുകയും നിത്യകവാടങ്ങളെ തുറക്കുകയും മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ശക്തനുമായ കർത്താവ് തന്നെ വാതിലുകളെ സ്നേഹത്തിന്റെ മഹനീയ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ക്രിസ്തു ജെറുസലേം പട്ടണത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കടന്നു വരുമ്പോൾ ഒലിവിൻ ചില്ലകൾ വീശി ജെറുസലേം നിവാസികൾ ഓശാന പാടി എതിരേറ്റ ഓർമ്മദിനമായ ഓശാന ഞായർ മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ആചരിച്ചു. വിശുദ്ധിയോടെ ആഗോള ക്രിസ്ത്യൻ സമൂഹം വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മഹനീയ സുദിനത്തിൽ രാവിലെ ഇടവകാംഗങ്ങൾ വെഞ്ചരിച്ച കുരുത്തോലകൾ കയ്യിലേന്തി മുക്കാട്ടുകര ബെത്ലഹേം കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രദക്ഷിണമായി അണിനിരന്ന് ദേവാലയത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ നിതിൻ പൊന്നാരി, ഡീക്കൻ ജോബി വടയാറ്റുകുഴി, CMI, സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, പ്രതിനിധി യോഗം അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു.
മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. അഖിലവും നിറയുന്ന ഉടയവനേ, അവനീപതിയെ അതിനാഥനേ. അഖിലവും നിറയുന്ന ഉടയവനേ, അവനീപതിയെ അതിനാഥനേ. ഓശാന ഓശാന കുരിയച്ചിറ സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ വാരാചരണങ്ങളുടെ ഭാഗമായി ഓശാന തിരുകർമ്മങ്ങൾ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ വിപുലമായി ആഘോഷിച്ചു. രാവിലെ 6:30 ആരംഭിച്ച ദിവ്യബലിക്ക് വികാരി റവറന്റ് ഫാദർ ഫെഡറിക് എലുവത്തിങ്കൽ, ഫാദർ ജീസ് അക്കരപ്പട്ടിയേക്കൽ, ഫാദർ ജെറിൻ വട്ടക്കൊടിയിൽ എന്നിവർ നേതൃത്വം നൽകി. ദിവ്യബലിക്ക് ശേഷം വിശ്വാസികൾക്ക് കുരുത്തോല വിതരണം ചെയ്തു. തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണം ദൃശ്യവിസ്മയമായി മാറി. ഏകദേശം 40ഓളം പേർ പങ്കെടുത്ത ദൃശ്യാവിഷ്കാരത്തിൽ പഴമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നിലത്ത് തുണികൾ വിരിച്ച് അതിലൂടെ കർത്താവിനെയും ശിഷ്യന്മാരെയും നടത്തിക്കൊണ്ടാണ് അവതരണം ഒരുക്കിയത്. കൂടാതെ ഓശാന നൃത്തവും യഹൂദ സ്ത്രീകളുടെ വേഷവിധാനങ്ങളോടുകൂടിയ ഘോഷയാത്രയും ശ്രദ്ധേയമായി. വലിയൊരു വിശ്വാസി സമൂഹം പങ്കെടുത്ത ഈ പ്രദക്ഷിണം ആത്മീയ അനുഭവമായി മാറി. കർമ്മങ്ങൾക്ക് വികാരി അച്ഛന്റെ അനുഗ്രഹത്തോടെ കൊച്ചച്ഛന്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും പള്ളി കമ്മിറ്റി അംഗങ്ങളും യുവജനങ്ങളും ചേർന്ന് നേതൃത്വം നൽകി. ഇതിന്റെ തുടർച്ചയായി പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളിൽ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന മികവാർന്ന ദൃശ്യാവിഷ്കാരങ്ങൾ അരങ്ങേറും.
ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തിയ ഓശാന ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് നടത്തിയ ഓശാന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ആൻഡ്രൂ കാഞ്ഞിരത്തിങ്കൽ മുഖ്യ കാർമ്മികനായിരുന്നു. കപ്പേളയിൽ നിന്നും പ്രദക്ഷിണമായി ആരംഭിച്ച ചടങ്ങുകൾ പള്ളിയിലെത്തി വിശുദ്ധ കുർബാനയോടെ സമാപിച്ചു. ഡീക്കൻ ആൽബിൻ വെള്ളിയാങ്കുളം ഓശാന ഞായറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. വിവിധ ദേവാലയങ്ങളിലും ഇന്ന് പ്രത്യേക തിരുകർമ്മങ്ങൾ നടത്തി. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. യേശുദേവനെ ഒലീവ് മരച്ചില്ലകൾ വീശി ജെറുസലേമിൽ ജനസമൂഹം വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് കുരുത്തോല പെരുന്നാൾ. പള്ളികളിൽ കുരുത്തോല വെഞ്ചരിപ്പ്, പ്രദക്ഷിണം, വിശുദ്ധ കുർബാന, വചന സന്ദേശം ഉൾപ്പെടെയുള്ള ശുശ്രൂഷകളും നടത്തി. 50 ദിനം നീളുന്ന വലിയ നോമ്പിന്റെ അവസാന വാരത്തിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിക്കുമ്പോൾ പീഡാനുഭവ വാരാചരണത്തിന് കൂടിയാണ് ഓശാനയോടെ തുടക്കമാകുന്നത്. യേശുവിന്റെ ജെറുസലേം പ്രവേശനം മുതൽ അന്ത്യ അത്താഴത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിന്റെയും ഉയർപ്പ് തിരുനാളിന്റെയും വിശുദ്ധ വാരമാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഏപ്രിൽ 2 പെസഹ വ്യാഴം ആചരിക്കും. നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറുസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവകമായ നിന്റെ പ്രവേശനത്തിന്റെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. സൈത്തിരിക്കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെ എതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ വലതുകരം നീട്ടി ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാധീരേകം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടി ഇന്ന് നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ നിന്റെ പ്രത്യാഗമനത്തിൽ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കുരുത്തോല വെഞ്ചരിക്കാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഗായക സംഘം ഗാനം ആലപിക്കുന്നു. ദാവീദിൻ സുദലോശാന, ദാവീദിൻ സുദലോശാന, ഓശാന. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ. വിണ്ണിൻ പുവേദിയിലോശാന, ദാവീദിൻ സൂനുവിനോശാന, ഓശാന, ഓശാന. ദാവീദിൻ സുദലോശാന, ദാവീദിൻ സുദലോശാന, ഓശാന. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. നാഥനു ജയഗാനം പാടുന്നു. പാദകളിൽ പൂരണമുള്ള ദൈവസുന്ദരിരാജിതനായി അണയുവതിര പ്രവാദത്തിൽ. നൂതന സന്തോഷം നുകരുന്നു, നൂതന സന്തോഷം നുകരുന്നു. ദാവീദിൻ സുദലോശാന, ദാവീദിൻ സുദലോശാന, ഓശാന. നല്ലൊരയലാഴിയലങ്കൃതമായി നീലിമയലംബരവീഥികളും
ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. വലിയ ആഴ്ചയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഓശാന ഞായറാഴ്ച ആഘോഷിച്ചു. പൊങ്ങണക്കാട് ഇടവകയിലെ ഓശാന ഞായറാഴ്ച സെന്റ് എലിസബത്ത് സ്കൂളിൽ നിന്ന് ഇടവക വികാരി ഫാദർ ജോബി ചുള്ളിക്കാട് ഓശാന ഞായറാഴ്ച ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഓശാന ഞായർ വരവേറ്റുകൊണ്ട് കുരുത്തോലകൾ കയ്യിലേന്തി പ്രദക്ഷിണമായി ഇടവക പള്ളിയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. ഇടവക കൈക്കാരന്മാർ, എലിസബത്ത് കോൺവെന്റ് സിസ്റ്റർ, മേഴ്സി കോൺവെന്റ് സിസ്റ്റേഴ്സ്, ഇടവക അംഗങ്ങൾ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സുദനോശാന ഹോശാന ഹോശാന ദാവീദിൻ സുദനോശാന സിഹിയോൻ പുത്രി മോദം പുണരുക നിന്നുടെ നാഥനിതാ സ്വർലോകത്തിൽ
സർവേശ്വരോ സ്തുതിഗീതം. സാധാരണ പോകുന്നത് പോലെ തന്നെ ശ്രീവാകുരിശും എഴുതിരിക്കാലും മുൻപിലുണ്ടാകും. അതിന് പുറകിലായി 2 ലൈനായിട്ട് നിന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് വേഗത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. അല്ലെങ്കിൽ സമയം കുറേ. വാതിലുകളെ ശിരസ്സുയർത്തുകയും കവാടങ്ങളെ തുറക്കുകയും മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു? വാതിലുകളെ ശിരസ്സുയർത്തുകയും കവാടങ്ങളെ തുറക്കുകയും മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു? പൗരസ്ത്യ കൽദായ സുറിയാനി സഭയിലെ വൈദികരായ ആന്റണി കൈതാരൻ, നിപുൺ അറക്കൽ എന്നിവർ ചേർന്ന് പഴയ സുറിയാനിയിൽ ഓശാന പ്രദക്ഷിണത്തിന്റെ ഗാനങ്ങൾ ആലപിച്ച് പുത്തൂർ മാർ ബീശോ പള്ളിയിൽ ക്രിസ്തുവിന്റെ കാലത്തെ ഓർമ്മപ്പെടുത്തലുമായി നടത്തിയ ഓശാന പ്രദക്ഷിണത്തിന്റെ പുതിയ ആവിഷ്കാരം. പട്ടിക്കാട് ഫൊറോന പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. എടപ്പലം സ്നേഹാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം പള്ളിയങ്കണത്തിൽ എത്തിയതിനു ശേഷം ഓശാനമുട്ടോടെ പള്ളിവാതിൽ തുറന്ന് പ്രദക്ഷിണം അകത്തുകയറി. തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. CLC സംഘടനയുടെ നേതൃത്വത്തിൽ മതബോധന വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു. വികാരി ഫാദർ തോമസ് വടക്കൂട്ട് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്ത് വരുന്ന യേശു ക്രിസ്തുവിനെ ഒലിവിൻ ചില്ലകളും കുരുത്തോലകളുമായി ജനങ്ങൾ വരവേറ്റതിന്റെ ഓർമ്മ ക്രൈസ്തവർ ഓശാന തിരുനാളായി ആഘോഷിക്കുന്നു.
ശിരസുയർത്തവൻ നിത്യകവാടങ്ങളെ തുറക്കവൻ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തവൻ നിത്യകവാടങ്ങളെ തുറക്കവൻ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തവൻ നിത്യകവാടങ്ങളെ തുറക്കവൻ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. എന്റെ കർത്താവിന്റെ സത്യവാനയുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സ്ഥലത്തിന്റെ ചരിത്രവായന ഭൂതകാലത്തിലേക്കുള്ള മടക്കയാത്രയാണെന്ന് മോഹൻദാസ് പാറപ്പുറത്ത്. മനസ്സിലാക്കാനും തിരിച്ചറിവിനും ചരിത്രമറിയുക മാത്രമേ വഴിയുള്ളൂ. അതിൽ കുറുക്കു വഴികളില്ല. അതിനാൽ തന്നെ ചരിത്രരചന സത്യസന്ധവും യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയും വേണമെന്നും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ മോഹൻദാസ് പാറപ്പുറത്ത് അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച തൃശിവപേരൂർ വൃത്താന്തം ചരിത്ര പഠന ഗവേഷണ പരിപാടിയുടെ 13ാം അധ്യായത്തിൽ ആമുഖ പ്രഭാഷണം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരിയും കവിയുമായ നഫീസത്ത് ബീവി അധ്യക്ഷയായ പരിപാടിയിൽ സീതാറാം സ്ഥാപനങ്ങളുടെ പങ്കാളിയും വ്യവസായിയുമായ TS സീതാറാം, വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനുമായ CP ഗോപിനാഥൻ, വാഗ്മിയും അധ്യാപകനുമായ P വിനോദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. എഴുത്തുകാരും ചരിത്രകാരുമായ രാജലക്ഷ്മി മാനഴി, സൈമൺ വേലൂക്കാരൻ എന്നിവർ പരിപാടിയെ അഭിസംബോധന ചെയ്തു. എഴുത്തുകാരനും തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റുമായ K ഉണ്ണികൃഷ്ണൻ, നോവലിസ്റ്റ് K രഘുനാഥൻ, MD രത്നമ്മ, മാധവിക്കുട്ടി തുടങ്ങിയ നിരവധി പേർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. അവരെ കുറിച്ച് പറയാന്ന് വെച്ചാൽ അവരത് വളരെയധികം രാജലക്ഷ്മിയൊക്കെ വളരെ ഒരു വലിയൊരു പ്രയത്നം, ഒരു ഗവേഷണം തന്നെ നടത്തിയിട്ടാണ് ഇങ്ങനൊരു പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടുള്ളത് പുത്തഴത്ത് രാമൻ മേനോനാണ് തൃശ്ശൂരിനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത്. വേറെ എവിടെയും കിട്ടിയിട്ടില്ല. ദീർഘകാലത്തെ സാമൂഹ്യ സേവനം കോൺഗ്രസ് പാർട്ടിയിലൂടെ കാഴ്ചവെച്ച തിമോത്തി വടക്കൻ BJPയിൽ അംഗത്വമെടുത്തു. സ്വന്തം പാർട്ടിയായിരുന്ന കോൺഗ്രസിനെ പടുത്തുയർത്താൻ അഹോരാത്രം കഷ്ടപ്പെട്ട തന്നെ തിരിച്ചറിയാനോ ചേർത്ത് നിർത്താനോ നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് തിമോത്തി വടക്കൻ പറയുന്നു. ഇനിയുള്ള സേവനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നയിക്കുന്ന NDAയിൽ കൂടി ആകാമെന്ന് തീരുമാനിച്ചപ്പോൾ ഇരു കരങ്ങളും നീട്ടി നെഞ്ചോട് ചേർത്ത് കേന്ദ്രമന്ത്രി ഭാരത് സുരേഷ് ഗോപി ഒരുപാട് തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ലോകാരാധ്യനായ നരേന്ദ്രമോദിയെ കാണാൻ തിമോത്തി വടക്കൻ തൃശൂരിൽ എത്തിച്ചേരും. അർഹതയ്ക്കുള്ള അംഗീകാരം നൽകാൻ ക്ഷണം നേരം പോലും കാത്തു നിൽക്കേണ്ടി വന്നില്ല. വിശ്വസിച്ച പാർട്ടി പ്രവർത്തകരെ കൈവിടുമ്പോൾ, അവഗണിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അവരെ അർഹിക്കുന്ന രീതിയിൽ ചേർത്ത് നിർത്തുന്നു. പാർട്ടി പ്രവർത്തനത്തിലൂടെ സർവ്വസാധാരണ ജനങ്ങളെ സേവിക്കുവാനുള്ള അവസരമാണ് ഇതിലൂടെ നൽകുന്നത് എന്നും തിമോത്തി വടക്കൻ പറയുന്നു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തിമോത്തി വടക്കന് അംഗത്വം നൽകി സ്വീകരിച്ചു. ഗ്രീൻ ആർമിക്ക് തണ്ണിമത്തനിലും 100 മേനി വിളവ്. ഗ്രീൻ ആർമി നെൽകൃഷിക്കായി ട്രേ നഴ്സറി ഒരുക്കിയ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ഒരുക്കിയത്. 65 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന റോക്ക് സ്റ്റാർ ഇനമാണ് കൃഷി ചെയ്തത്. കർഷകന് മികച്ച വരുമാനം ലഭ്യമാക്കാൻ കഴിയുന്ന മറ്റൊരു വിളയാണ് തണ്ണിമത്തൻ. ട്രേ നഴ്സറിയുടെ സമയത്തിന് ശേഷമാണ് തണ്ണിമത്തനും ഇതിനുശേഷം വേനൽക്കാല പച്ചക്കറിയും ചെയ്ത് കൃഷിസ്ഥലത്തെ മുഴുവൻ സമയം പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഫലങ്ങൾ സാധാരണയായി ഇരുണ്ട് നീണ്ട് ഓവൽ രൂപത്തിലുള്ളതും ഏകദേശം 4 കിലോ തൂക്കമുള്ളതും പുറംതൊലി ഇരുണ്ട പച്ച മുതൽ കറുപ്പ് നിറം വരെ കാണപ്പെടുന്നു. ഉള്ളിലെ മാംസം ഗാഢമായ ചുവപ്പു നിറമുള്ളതും വളരെ മധുരമുള്ളതുമാണ്. കുരു കുറവായതിനാൽ ഉപഭോക്താക്കൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഇനമാണ്. സിനിമാ താരം രചന നാരായണൻകുട്ടി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അനൂപ് കിഷോർ, അരവിന്ദാക്ഷൻ, കർഷകർ എന്നിവർ പങ്കെടുത്തു.
നമസ്കാരം. നല്ല സന്തോഷമുണ്ട്. കാരണം ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇന്നിപ്പോൾ ചെയ്തത്. ഒരു തണ്ണിമത്തൻ്റെ വിളവെടുപ്പ്, അതും ഞങ്ങളുടെ സ്വന്തം വടക്കാഞ്ചേരിയുടെ ഗ്രീൻ ആർമിയുടെ ഭാഗമായിട്ട്. ഇപ്പോൾ ചൂടുകാലമൊക്കെ വരികയാണല്ലോ, അപ്പോൾ നമ്മളെ മൊത്തത്തിലൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഒന്നാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കുറേ തണ്ണിമത്തൻ കിട്ടി. അത് കിരൺ എന്ന് പറയുന്ന ഒരു ബ്രീഡ്, അങ്ങനെയല്ലേ പറയാം, ആ ഒരു ബ്രീഡിലുള്ളതാണ് ഈ തണ്ണിമത്തൻ എല്ലാം. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ഭാഗമായി തണ്ണിമത്തൻ ടേസ്റ്റ് ചെയ്തു. പൊതുവേ എനിക്ക് ഈ ഇതിൻ്റെ ഒരു പച്ചച്ചോയ പൊതുവേ ഇഷ്ടമല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രുചിയുണ്ട്, എല്ലാവർക്കും വാങ്ങിക്കാം. അത് ഞങ്ങളുടെ സ്വന്തം ഗ്രീൻ മൈത്രിയിൽ ഇപ്പോൾ വിൽപ്പന തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവർക്കും വാങ്ങിക്കാം. മൊത്തത്തിൽ നമുക്കൊന്ന് മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ തണുപ്പിക്കാം ഈ വേനൽക്കാലത്ത്. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തകളിലേക്ക്. പട്ടിക്കാട് മാർത്തോമ സ്ലിഹ പള്ളിയിൽ ഓശാന ആഘോഷിച്ചു. പട്ടിക്കാട് മാർത്തോമ സ്ലിഹ പള്ളിയിൽ ഓശാന തിരുനാൾ രാവിലെ പള്ളിയിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ച് പട്ടിക്കാട് പഞ്ചായത്ത് പരിസരം, പട്ടിക്കാട് സെന്റർ എന്നിവിടങ്ങളിൽ ചുറ്റി പള്ളിയിലെത്തുകയും തുടർന്ന് ഓശാന മുട്ടോടെ വാതിൽ തുറന്ന് പ്രദക്ഷിണം അകത്തു കയറി. തുടർന്ന് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ഇടവക വികാരി റവറൻ ഫാദർ സിറിൽ ആന്റണി, ഫാദർ ആന്റണി കൈതാരൻ എന്നിവർ ഓശാന തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക കൈക്കാരന്മാരായ ഷാജി KL, ബിജു പൊന്മാണി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. Atumal
ഇത്രയും താരതമ്യെന്നാലാം നിയോൽ മൽക്യ ദീകാരേ മനോഹര ആരീം തരൈദ്രശിക്കോൻ ഇത്രയും താരതമ്യെന്നാലാം നിയോൽ മൽക്യ ദീകാരേ മനോഹര മൽക്യ ഇത്രയും താരതമ്യെന്നാലാം നിയോൽ മൽക്യ മനോഹര മൽക്യ കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം, രോഗികൾക്ക് സൗഖ്യം, വിദുരന്മാർക്ക് സാമീപ്യം, അയൽവാസികൾക്ക് സംരക്ഷണം, പാപികൾക്ക് മോചനം, മാനസാന്തരപ്പെടുന്നവർക്ക് സ്വാഗതം, പരിശുദ്ധന്മാർക്ക് ഉന്നതി, നിർധനർക്ക് ജീവസന്ധാരണം, കാണാതെ പോയവർക്ക് കണ്ടെത്തൽ, ചിതറിപ്പോയവർക്ക് തിരിച്ചുവരവ്, മരിച്ചുപോയവർക്ക് ഉത്തമ സ്മരണ, ദൈവത്തിനെല്ലാ സൃഷ്ടികൾക്കും തിരുത്തുക കടാക്ഷം, സർവജനത്തിനും ദൈവത്തിന്റെ സന്ദർശനം, പാപികളും ബലഹീനരുമായി ഞങ്ങൾക്ക് തിരുവിഷ്ടപ്രസാദം. ദൈവമായ കർത്താവേ, അവിടുത്തെ കാരുണ്യ കടാക്ഷത്താൽ എല്ലാവർക്കും എല്ലാറ്റിലും അങ്ങേ ദിവ്യ സഹായം വർഷിക്കുമാറാകട്ടെ. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. കാർ പൂർണ്ണമായും തകർന്നു. കാർ ഡ്രൈവർക്ക് പരിക്ക്.
മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ വഴക്കുംപാറയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കാറിനെ ഇടിച്ചു തകർത്തു. തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയും മറികടന്ന് പാലക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലൂടെ വരികയായിരുന്ന കാറിൽ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കാറിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ പുറത്തെടുത്തത്. ഇയാളുടെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് കുനിശ്ശേരി സ്വദേശിയായ രാമദാസാണ് കാർ ഓടിച്ചിരുന്നത്. പിക്കപ്പ് ഡ്രൈവറായ തമിഴ്നാട് സ്വദേശി 30 വയസ്സുള്ള ആലിമുത്തുവിന് തലയ്ക്കും പരിക്കേറ്റു. ഇന്ന് രാവിലെ 6:45 അപകടം. തൃശൂർ പൂങ്കുന്നം ഹരിനഗർ കൗസ്തൂഭത്തിൽ പരേതനായ TN രാധാകൃഷ്ണന്റെ ഭാര്യ ശോഭ മേനോൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡ റിട്ടയർഡ് ഉദ്യോഗസ്ഥയും കോട്ടക്കൽ തൃക്കണ്ടിയൂർ കളത്തിൽ കുടുംബാംഗവുമാണ്. സംസ്കാരം മാർച്ച് 30 ഉച്ചയ്ക്ക് 2 ശാന്തിഘട്ടിൽ നടക്കും. മക്കൾ അജയ് കൃഷ്ണൻ, അഞ്ജലി, മരുമക്കൾ അനുപമ, ഗോവിന്ദ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ റോഡ് ഷോ നടത്തി. കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നടന്നു. തൃശൂർ ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രോപൊളിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗ്രീൻ ആർമിക്ക് തണ്ണിമത്തനിലും 100 മേനി വിളവ്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.